നമ്മുടെ വിയറ്റ്നാം സൂപ്പർ എയർലി മൂന്നാമത്തെ പ്രാവശ്യവും കാച്ചു. താഴെയും മുകളിലും ഒക്കെ പിടിച്ചു. ഒരു ഞെട്ടിൽ തന്നെ 7-8 ചക്കകൾ പിടിച്ചു നിൽക്കുകയാണ്. അത് ചക്ക വലിപ്പം വയ്ക്കാൻ തടസ്സമാകും, പിന്നെ ഒടിഞ്ഞു വീഴാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ചെറിയ ഇടിച്ചക്ക പറിച്ച് തോരൻ വയ്ക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇടിച്ചക്ക പറിക്കാൻ പോവുകയാണ്. ആദ്യമായിട്ടാണ് ഇടിച്ചക്ക ഇതിൽ നിന്ന് പറിച്ച് തോരൻ വയ്ക്കുന്നത്. വെച്ച് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ വെച്ചിട്ട്. അങ്ങനെ അരിഞ്ഞൊക്കെ വെച്ചിരുന്നു. തൊലിയൊക്കെ എടുത്ത്, മടലധികം ഇല്ലാത്തതുകൊണ്ട് തൊലിയെടുക്കാൻ എളുപ്പമായിരുന്നു. ഇങ്ങനെ വട്ടത്തിൽ ചെറുതായി അരിഞ്ഞ് വയ്ക്കുക. ഇനി അരപ്പിനുള്ള സാധനങ്ങൾ: ഉള്ളി, തേങ്ങ, കറിവേപ്പില, ജീരകം, വെളുത്തുള്ളി, മഞ്ഞൾ. ഇത്രയും മഞ്ഞൾ വേവിക്കാൻ നേരത്തെ മഞ്ഞളിടുകയാണ്. മഞ്ഞളും ഉപ്പും ഇട്ട് ഞാൻ ചക്ക കുറച്ച് വെള്ളം ഒഴിച്ച് വേവിച്ചു. ഒരുപാട് വെള്ളം ഒഴിച്ചില്ല, കുറച്ച് വെള്ളം ഒഴിച്ച് അതിൽ വേവിച്ചെടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് ആ വെള്ളം വേണമെങ്കിൽ ആവശ്യത്തിന് എടുക്കാം. തോരൻ ഉണ്ടാക്കുന്ന സമയത്ത് 3/4 വേവിൽ വേവിച്ചെടുക്കണം. അങ്ങനെ ഞാനത് വേവിക്കാൻ അടുപ്പത്ത് വെച്ചിരിക്കുകയാണ്. അടച്ചു വെച്ചു. ഇനി അരച്ച് വെച്ചിരിക്കുകയാണ്. ചതച്ചെടുത്താൽ മതി. ചതച്ചെടുത്ത് വെച്ചിരിക്കുകയാണ്. ഉണ്ട്, 3/4 പരുവമായി, വെന്ത് കഴിഞ്ഞു. ഇനി ചിലരൊക്കെ മിക്സിയിലിട്ട് അടിക്കും, പക്ഷേ അത് കുറേ അരിയും കുറേ അരിയില്ല, അങ്ങനെ ആവും. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, പണ്ടൊക്കെ അമ്മിക്കല്ല് വെച്ച് ചതച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഗ്ലാസിൻ്റെ മൂർച്ചയുള്ള ഗ്ലാസ് ഉണ്ടല്ലോ, അരം ഇല്ലാത്ത അങ്ങനത്തെ ഗ്ലാസ് കൊണ്ട് നല്ലപോലെ പ്രസ് ചെയ്ത് ഇതുപോലെ പൊട്ടിച്ചെടുത്ത അതേ ഇതായി പോകില്ല, അരഞ്ഞു പോകില്ല. നമ്മൾ അരിക്കുന്നതിൽ നിന്ന് ഏറ്റവും നല്ലത് ഇതാണെന്ന് എനിക്ക് തോന്നി. ഇതുപോലെ പൊടിച്ചെടുക്കുക. പൊടിച്ചെടുത്താണ് ഞാൻ കറി വയ്ക്കുന്നത്. കുറച്ചൊക്കെ ആണെങ്കിൽ പാട്. ഇതിപ്പോൾ 2 ചക്കയൊക്കെ ആയതുകൊണ്ട് എനിക്ക് കുറേ നേരം എടുക്കേണ്ടി വന്നു. അങ്ങനെ കടുക് വറുത്തു. കടുക്, വറ്റൽമുളക്, കറിവേപ്പില എല്ലാം ഇട്ട് കടുക് വറുത്തു. എന്നിട്ട് ഈ അരപ്പിട്ട് ഒന്ന് ഇളക്കുകയാണ്. ശകലം ഒന്ന് ഇളക്കിയാൽ മതി. ഇളക്കിയിട്ട് വേണം നമ്മൾ ഈ ചക്ക പൊടിച്ചത് ഇടാൻ. അങ്ങനെ ചക്ക പൊടിച്ചത് കണ്ട നല്ല തോരൻ്റെ പാകത്തിനായി ഇരിക്കുന്നു. അധികം വെള്ളവുമില്ല. ആ വെള്ളം ബാക്കിയുള്ളത് വെച്ചിരിക്കുകയാണ്. നമ്മളത് പിന്നെ കുറച്ച് ഇത്തിരി കുടഞ്ഞിട്ടാൽ മതി. കുടഞ്ഞ് നമ്മൾ വേവിനനുസരിച്ച് ശകലം ഒഴിച്ചു കൊടുത്താൽ മതി. ഇത്തിരി ഒഴിച്ചു. എന്നിട്ട് അത് ഇനിയും ഒന്ന് അടച്ചൊക്കെ വച്ച് ശകലം കൂടെ ഒന്ന് വേവിച്ചെടുക്കണം. നമ്മളെ പരുവം അറിയാമല്ലോ, ആ പരുവത്തിൽ നല്ല പരുവത്തിലെടുക്കുക. എന്നിട്ടത് വേവിച്ച് നല്ല ചട്ടിയിൽ വേവിച്ചെടുത്ത് വെച്ചിരിക്കുകയാണ്. നല്ല മരുമര ഇരിപ്പുണ്ട്. നല്ല ടേസ്റ്റായിരുന്നു. ഞങ്ങൾ കൂട്ടി നോക്കിയിട്ടാണ് ഇപ്പോഴും പറയുന്നത്. നല്ല ടേസ്റ്റായിരുന്നു. എല്ലാവരും ഈ വിയറ്റ്നാം സൂപ്പർ എയർലി ഉണ്ടെങ്കിൽ ഇതിങ്ങനെ ഉണ്ടാക്കി